ക്ലാസിന്റെ ഉദ്ഘാടന വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ടാതിഥികൾക്കും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും പ്രിയ സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും ഈ പ്രൗഢഗംഭീരമായ വേദിയിലേക്ക് സഹർഷം സ്വാഗതം. ഹിസ്റ്ററി ഓഫ് JJ. കുന്നംകുളം കുന്നത്തങ്ങാടി ഉട്ടൂപ്പിന്റെയും ഭാര്യ എലച്ചിയുടെയും മകനായി 1926 ജനുവരി 6 CI ജോബ് മാസ്റ്റർ ഭൂജാതനായി. പ്രൈമറി വിദ്യാഭ്യാസം കുന്നംകുളം ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ചായിരുന്നു. പട്ടാമ്പിയിലും കുന്നംകുളം ഗവൺമെന്റ് ഹൈസ്കൂളിലും വെച്ച് ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കി. ഇതിനിടെ പല ഗുരുക്കന്മാരിൽ നിന്നുമായി ചിത്രകലാ പഠനത്തിൽ പ്രാവീണ്യം നേടി. 1944 ചിത്രകലാ അധ്യാപകനായി കുന്നംകുളം MCD ഹൈസ്കൂളിൽ ചാർജ് എടുത്തു. ദീർഘകാലം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലും മറ്റും സേവനമനുഷ്ഠിക്കുകയും തുടർന്ന് 1981 മറ്റംകോട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നും വിരമിച്ച് വിശ്രമ ജീവിതത്തിലേക്ക് കാലുന്നുകയും ചെയ്തു. തന്റെ മനസ്സിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ച വരകളുടെയും വർണ്ണങ്ങളുടെയും ലോകം പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കാനായി 1955 സ്വഭവനത്തിൽ വെച്ച് തന്നെ അദ്ദേഹം ശ്രമം തുടങ്ങിയിരുന്നു. കൂടുതലും റിയലിസ്റ്റിക് രീതിയാണ് അവലംബിച്ചത്. ഗുരുകുല സമ്പ്രദായത്തിലൂടെ സിദ്ധിച്ച അറിവിനെ വളരെ കൃത്യനിഷ്ഠയോടെ പകർന്നു കൊടുക്കുവാൻ മുറുക്കിച്ചുവപ്പിച്ച ചുണ്ടും മറക്കിക്കുത്താത്ത പുളിയിലക്കരമുണ്ടും നിറഞ്ഞ മനസ്സുമായി 1969 ഫെബ്രുവരി 8 JJ ചിത്രാലയം എന്ന നാമധേയത്തിൽ ചിത്രകലാ സ്ഥാപനം തുടങ്ങി. ജോബ് മാസ്റ്ററുടെ സഹധർമ്മിണിയായ ശ്രീമതി ഗ്രേസി ജോബിന്റെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ JJയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്ക് ഒരു മുതൽക്കൂട്ടായി. ചിത്രകലയെ ജനകീയമാക്കാനും അസംഖ്യം കലാപ്രതിഭകളെ സൃഷ്ടിച്ചെടുക്കാനും ഈ സ്ഥാപനത്തിന് കഴിഞ്ഞുവെന്നുള്ളത് വിനയപൂർവ്വം ഈ അവസരത്തിൽ സ്മരിക്കുന്നു. 1988 ഏപ്രിൽ 28 തന്റെ 62-ാം വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. അദ്ദേഹത്തിന്റെ കലാപാരമ്പര്യം തന്റെ 2 പുത്രന്മാർക്കും പകർന്നു നൽകാൻ ജോബ് മാസ്റ്റർ മറന്നില്ല. മൂത്ത മകൻ സോമൻ C. ജോബ് ആംഗല്ലൂർ നാഷണൽ ഹൈസ്കൂളിൽ ചിത്രകലാ അധ്യാപകനായി സേവനം അനുഷ്ഠിക്കുകയും ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ മകനായ ഷിബു C. ജോബ് ഇപ്പോഴും JJയുടെ ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങൾ സമഗ്രമായി നിലനിർത്തി പോകുന്നു. ജോബ് മാസ്റ്റർ JJ സ്കൂൾ ഓഫ് ആർട്സിന്റെ ചുമതല ഷിബു സാറിനെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത മൂലം ഇന്ന് JJ
ആർട്സ് ജെ കോളേജ് ഓഫ് ആർട്സ് ഗവൺമെന്റ് അംഗീകൃത പദവിയിലേക്ക് ഉയർന്നു എന്നത് സന്തോഷാസൂചകമാണ്. ജോബ് മാസ്റ്റർ അനുവർത്തിച്ചു പോന്ന ചിത്രകലാ പാരമ്പര്യം തന്റെ മക്കളിൽ മാത്രമല്ല അനുവർത്തിച്ചത്, തന്റെ 2 മക്കളെയും അതേ പാതയിൽ തന്നെ നിലനിർത്തിയെന്നത് ഈ കാലഘട്ടത്തിൽ അസൂയാവഹമായ ഒരു വസ്തുത തന്നെയാണ്. ജോബ് മാസ്റ്ററുടെ മൂത്ത മകന്റെ മകൻ സായുജ് എസ് ചുങ്കർ ഏങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചിത്രകലാ അധ്യാപകനായി സേവനം അനുഷ്ഠിക്കുന്നു. ഷിബുസാറിന്റെ മകൻ രാഹുൽ എസ് ചുങ്കർക്ക് MIC അല്ലമി ഹയർ സെക്കൻഡറി സ്കൂളിൽ ചിത്രകലാ അധ്യാപകനായി സേവനം അനുഷ്ഠിക്കുന്നു. അങ്ങനെ ജോബ് മാസ്റ്ററുടെ കുടുംബം 3 തലമുറകളായി വർണ്ണങ്ങളുടെയും വരകളുടെയും ലോകത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ചാരിതാർത്ഥ്യജനകമാണ്. ജോബ് മാസ്റ്ററുടെ പാത പിന്തുടർന്ന ഷിബുസാറിന്റെ നേതൃത്വത്തിൽ ജെയിൽ കലോചിതമായ വികസനങ്ങൾ നിലവിൽ വന്നു. ജെ കോളേജ് ഓഫ് ആർട്സിൽ ചിത്രകലാ പഠനത്തിന് പുറമെ 91-92 കാലഘട്ടത്തിൽ SSLC ബാച്ച് ആരംഭിക്കുകയുണ്ടായി. ഈ സംരംഭത്തിന്റെ വിജയത്തിനെ പിന്തുടർന്ന് 2002-2003 വർഷങ്ങളിൽ +1+2 ബാച്ച് സധൈര്യം ഷിബുസാർ ആരംഭിക്കുകയും വിജയശതമാനത്തിന്റെ കാര്യത്തിൽ മറ്റ് സ്ഥാപനങ്ങളെ പിന്നിലാക്കി ജെ കോളേജ് ഓഫ് ആർട്സ് വെന്നിക്കൊടി പാലിക്കുകയും ചെയ്തത് മറ്റൊരു ചരിത്രം. തുടർന്ന് 2003-2004 ജെയിൽ ബിരുദ പഠനത്തിന് തുടക്കം കുറിച്ചു. കൂടാതെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി പ്രത്യേക ട്യൂഷൻ സംവിധാനങ്ങളായ രാത്രികാല പഠന ക്ലാസും തീവ്ര പഠന ക്യാമ്പും ജെയുടെ മാത്രം വിജയമന്ത്രങ്ങളാണ്. ഷിബുസാറിന്റെ നിരന്തര പരിശ്രമത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമാണ് ഈ വളർച്ചയെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഈ ദ്രുതഗതിയിലുള്ള ജെയുടെ വിജയയാത്രയിൽ ഷിബുസാറിന്റെ സഹധർമ്മിണി ഡേസി ടീച്ചറുടെ സഹായ സഹകരണങ്ങൾ പ്രശംസനീയമാണ്. 2011 ജെ കോളേജ് ഓഫ് ആർട്സിന്റെ നൂതന സംരംഭമായ ജെ ബ്ലോസം ഹൈടെക് പ്ലേ സ്കൂളിന്റെ ഉദ്ഘാടനം ജൂൺ 8-ാം തീയതി പ്രശസ്ത ശിശുരോഗ വിദഗ്ധൻ ശ്രീ രാജഗോപാൽ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളത്തെ പ്ലേ സ്കൂൾ ചരിത്രത്തിൽ വൻ തരംഗമായി മാറാൻ ജെ ബ്ലോസം ഹൈടെക് പ്ലേ സ്കൂളിനെ സാധിച്ചു എന്നത് മഹത്തരമായ ഒന്നാണ്. പ്രത്യേകം തയ്യാറാക്കിയ പാഠപദ്ധതിയാണ് ഞങ്ങളുടെ പ്രത്യേകത. കുട്ടികളുടെ നിലവാരത്തിനും പഠന പുരോഗതിക്കും ഉതകുന്ന പഠന പ്രവർത്തനങ്ങൾ തയ്യാറാക്കി കളേഴ്സ് ഡേ, വാട്ടർ തീം ഗെയിം, ഡ്രോയിങ്, ഡാൻസിംഗ്, റൈംസ്, സ്പീക്കിംഗ് സ്കിൽസ് ആക്ടിവിറ്റീസ്, ക്യാരക്ടർ മേക്കിംഗ്, സ്റ്റാൻഡ് ഗെയിം, LKG UKG ഇന്റർവ്യൂ ട്രെയിനിങ് എന്നിവ നൽകുന്നു. കൂടാതെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ദിനങ്ങളായ സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ഡേ, ശിശുദിനം, ടീച്ചേഴ്സ് ഡേ, ഗാന്ധി ജയന്തി എന്നിവയും ആഘോഷിക്കാറുണ്ട്. അതോടൊപ്പം ഉത്സവങ്ങളായ ഓണം, ക്രിസ്തുമസ്, ദീപാവലി, ബക്രീദ് എന്നീ ആഘോഷങ്ങളും വിപുലമായി കൊണ്ടാടാറുണ്ട്. ജെ ബ്ലോസംസിലെ ഓരോ കുട്ടികളുടെയും ജന്മദിനം തുടർച്ചയായി ആഘോഷിച്ചു പോരുന്നു. ജെ ബ്ലോസം പ്ലേ സ്കൂളിന്റെ 1-ാം വാർഷികം 2012 മാർച്ച് 27-ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ശ്രീ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. കുരുന്നുകളുടെ സർഗവാസനയാൽ സമ്പന്നമായിരുന്നു കലാവേദി. തുടർന്ന് 2013 മാർച്ച് 17-ന് ഞങ്ങളുടെ 2-ാം വാർഷികാഘോഷം പ്രശസ്ത സിനിമാ താരം ഡിംപിൾ റോസ് ഉദ്ഘാടനം ചെയ്തു. വേദി സമ്പന്നമാക്കി. ഈ വിജയപാതകൾ പിന്തുടർന്നുകൊണ്ട് 2014 മാർച്ച് 23 ജെ ബ്ലോസം ഹൈടെക് പ്ലേ സ്കൂളിന്റെ 3-ാം വാർഷികാഘോഷവേള സമാഗതമാവുകയാണ്. ഈ വേദിയിലേക്ക് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏവരെയും സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. ചുരുങ്ങിയ കാലയളവിൽ ഈ കലാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ജെയുടെ സമ്പത്താണെന്ന് പറയാൻ സാധിക്കുന്ന 24,000-ത്തിലധികം വിദ്യാർത്ഥികളുടെ അനുഗ്രഹവും പ്രാർത്ഥനയുമാണ് ഈ വേദി ഇത്രയും ധന്യമാക്കാൻ സാധിച്ചത്. ജെയുടെ കലാപാരമ്പര്യം അനുസ്യൂതമായി തുടരുന്നു എന്നതിന്റെ ഉത്തമ സൂചകമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരിക്കൽ കൂടി ജെയുടെ ഈ വിദ്യാഭ്യാസത്തെ ഉയർത്തി കാണിച്ച ജോബ് മാസ്റ്ററുടെ സ്മരണയ്ക്ക് മുമ്പിൽ നമിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ജെയുടെ സ്ഥാപകനായ പരേതനായ ജോബ് മാസ്റ്ററെ ഒരു നിമിഷം ഓർത്തുകൊണ്ട് നമുക്കേവർക്കും ആ സ്മരണകളെ പ്രകാശപൂരിതമാക്കാം.
അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന് ജെജെയുടെ യശസ് ഉയർത്തിയ അദ്ദേഹത്തിന്റെ മകൻ ഷിബു സി ജോബിനെ സ്മരണാഞ്ജലി അർപ്പിക്കാൻ ക്ഷണിക്കുന്നു. ഒരു വലിയ കയ്യടി തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പ്രശസ്ത അഭിനേത്രിയും നർത്തകിയും മലയാള സിനിമയുടെ താരരാജാക്കന്മാരോടൊപ്പം അഭിനയിക്കാൻ അവസരം ലഭിച്ച ചുരുക്കം ചില കലാകാരികളിൽ ഒരാളും അണ്ണാറക്കണ്ണാവ എന്ന പാട്ടുകൊണ്ട് മലയാളക്കര ഒന്നടങ്കം വീട്ടിലെത്തിയ മാളവികയെ ഭദ്രതയും തെളിയിക്കാനായി ആവശ്യം ക്ഷണിക്കുന്നു. ജെജെ കോളേജ് ഓഫ് ആർട്സിന്റെ പ്രിൻസിപ്പാളും ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹൈസ്കൂൾ റിട്ടയർഡ് പ്രിൻസിപ്പളും ജെജെയുടെ ഓരോ വിജയത്തിന്റെ പിന്നിൽ ഞങ്ങൾക്കൊപ്പം പ്രയത്നിച്ച ഞങ്ങളുടെ സ്വന്തം ടീച്ചർ സാറിനെ ദീപം തെളിയിക്കാൻ ക്ഷണിക്കുന്നു. ഭദ്രദീപം തെളിയിക്കൽ ചടങ്ങിലേക്ക് അടുത്തതായി റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ ശ്രീ ഡേവിഡ് അവർകളെ സാദരം ക്ഷണിക്കുന്നു. ഞങ്ങളുടെ ജെജെ കോളേജ് ഓഫ് ആർട്സിന്റെ സ്ഥാപകനും റിട്ടയർഡ് ഡ്രോയിങ് ടീച്ചറുമായ പണ്ഡിതനായ ശ്രീ ജോബിന്റെ പത്നി ശ്രീമതി ഗ്രേസി ജോബിനെ ഈ മംഗളകർമ്മത്തിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ജെജെ കോളേജ് ഓഫ് ആർട്സിന്റെയും ജെജെ ബ്ലോസം പ്ലേ സ്കൂളിന്റെയും മാനേജറും ഈ സ്ഥാപനങ്ങളുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയിലേക്ക് നയിക്കുന്ന നിങ്ങളുടെ എല്ലാമായ ശ്രീ ഷിബു സി ജോബിനെ സാദരം ക്ഷണിക്കുന്നു. ഈ തിരക്കേറിയ സമയത്തിനിടയിലും ഇവിടെ വന്ന് ഞങ്ങളോട് സഹകരിച്ച മാളവികയ്ക്ക് ജെജെ ബ്ലോസം ഹൈടെക്കിന്റെ സ്നേഹോപകാരം സമ്മാനിക്കുന്നതിനായി ഷിബു സാറിനെ സാദരം ക്ഷണിക്കുന്നു. അടുത്തതായി മാളവിക എസ് നായർ നമുക്ക് വേണ്ടി 2 വാക്ക് സംസാരിക്കുന്നതാണ്. വളരെ എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വരാൻ സാധിച്ചത് നിങ്ങളെ കാണാൻ സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട്. എന്നോട് ക്ഷണിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഈ സ്കൂളിലെ എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ഈ പുതിയ സംരംഭത്തിലേക്ക് ആദ്യമായി ചുവടുവെക്കുന്ന പൂങ്കുട്ടികൾക്കുള്ള ഞങ്ങളുടെ സ്നേഹ സമ്മാനം നൽകുവാനായി മാളവിക എസ് നായരെ ക്ഷണിക്കുന്നു. So first I call upon Nathaniel Joy. Please put your hands together. Second, Amina Jashim. Rita Firoz. അഭിപ്രായങ്ങൾ വിജയത്തിന്റെ അവിഭാജ്യ ഘടകമാണല്ലോ. ജെജെ ബ്ലോസം പ്ലേ സ്കൂളിനെ വിലയിരുത്തുന്നതിനായി രക്ഷിതാക്കളിൽ നിന്നും സിസിലി ടീച്ചറെ സാദരം ക്ഷണിക്കുന്നു. സ്നേഹ സദസ്സേ, നമസ്കാരം. വളരെയധികം സ്നേഹത്തോടും ഒരുപാട് നന്ദിയോടും കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത്. കാരണം എൻ്റെ മകൻ ലിജോന്റെ മകൻ അയാൻ മാറൂട്ടി ഈ വിദ്യാലയത്തിലെ പ്ലേ സ്കൂളിൽ പഠിക്കുന്നു. അവന് ഈ ഒരു വർഷത്തിനുള്ളിൽ വന്ന വളരെ അഭികാമ്യമായ മാറ്റങ്ങൾ എന്നിലുണ്ടാക്കിയ സന്തോഷം നിങ്ങളോട് തുറന്നു പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത്. ഇവിടെ ചേർക്കുന്നതിന് മുമ്പ് പല അംഗൻവാടികളിലും ഒരു പ്ലേ സ്കൂളിലും ഞാൻ അവനെ കൊണ്ടുപോയിരുത്തി. വീട്ടിൽ രാജാവായി ഓടിക്കളിച്ച അവനെ അവിടെയുള്ള ചിട്ടവട്ടങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. കൊണ്ടുപോയി അവിടെ ഇരുത്തിയാൽ പോകുന്നത് വരെ അവൻ കരഞ്ഞുകൊണ്ടേയിരിക്കും.
ഗതികെട്ട ടീച്ചർമാർ എന്നെ വിളിക്കും. അവന്റെ അപ്പനും അമ്മയും ജോലിക്കായി പോയതുകൊണ്ട് ഫുൾ ഉത്തരവാദിത്തം എനിക്കാണ്. അങ്ങനെ വിളിക്കുമ്പോൾ ഉടനെ ഞാൻ ഓട്ടോറിക്ഷ വിളിച്ച് പോയി അവനെ കൊണ്ടുപോയി. അങ്ങനെ 3 സ്കൂളുകളിലും പരാജയപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടായ മേരി ടീച്ചറോട് വിവരം പറഞ്ഞു. അപ്പൊ മേരി ടീച്ചർ പറഞ്ഞു, അയ്യോ ടീച്ചർ എന്തിനാ വിഷമിക്കണേ, അവന് ഒരു 4 ദിവസം കൊണ്ട് മാറ്റം വരും. ടീച്ചർ അവനെ ആ JJ സ്കൂളിൽ കൊണ്ട് ചേർത്ത്. നമ്മുടെ പ്രിൻസിന്റെ ട്വിൻസൊക്കെ പഠിക്കുന്നത് അവിടെയാണ്. ഇത് കേട്ടപ്പോ അല്പം പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ മകന്റെ മകനെ ഈ സ്കൂളിൽ കൊണ്ടുവന്ന് ചേർത്തു. ആദ്യത്തെ ദിവസം മറ്റു സ്കൂളുകളിലെ അനുഭവം വെച്ചിട്ടായിരിക്കാം അവൻ വലിയ ഇഷ്ടമല്ലേ അവൻ പോരാൻ വിഷമിച്ചു. പിന്നെ പിറ്റേ ദിവസം അവന്റെ ഭാവം മാറി, കരയിലില്ല. ഞങ്ങളുടെ സിറ്റ് ഔട്ടിൽ വന്ന് നിൽക്കാൻ തുടങ്ങി മാഷക്കാർക്ക്. അതിന്റെ പിറ്റേ ദിവസമായപ്പോൾ മാഷ് വരുന്നില്ല എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. പിന്നീട് എല്ലാ ദിവസവും ഊണിലും ഉറക്കത്തിലും എന്റെ മാഷ് വരും, ഇപ്പൊ വരും എന്ന് പറഞ്ഞ് അവൻ സന്തോഷത്തോടെ ക്ലാസ്സിലേക്ക് പോകാൻ തുടങ്ങി. ഈ മാറ്റത്തിന് പിന്നിൽ എന്താണ് കാരണം എന്ന് ഈ ഒരു വർഷത്തെ അധ്യയനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒന്നാമത്തെ കാരണം ഇവിടെ എല്ലാ മാസത്തിലും ഉള്ള കളർ ബേസ് ആണ്. മാഷ് പറയുന്ന ഡ്രസ് ഇട്ട് പോകുന്ന കുട്ടികൾ 4 മണിക്ക് തിരിച്ചു വരുന്നത് കൈ നിറയെ ആ കളറിലുള്ള സമ്മാനങ്ങളും കൈപിടിച്ചാണ്. വരുമ്പോൾ ഞാൻ ആർത്തിയോടെ ആ വണ്ടിയിലേക്ക് എത്തി നോക്കും. അപ്പോൾ എല്ലാ കുട്ടികളും ആ നിറത്തിലുള്ള സമ്മാനങ്ങൾ വാരിപ്പിടിച്ച് പൂത്തിരി കത്തിച്ച പോലെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഞാനതിൽ കണ്ടത്. പിന്നെ എല്ലാ ദിനങ്ങളും ഏറ്റവും ഭംഗിയായി ഇവിടെ ആചരിച്ചു വരുന്നു. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് ആ വിദ്യാഭ്യാസത്തോടുള്ള സ്നേഹം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. അവർ വിദ്യാഭ്യാസത്തെ സ്നേഹിക്കാൻ പഠിക്കണം. ദേശീയ ബോധമുണ്ടാവണം. കൂടാതെ മാസ്റ്ററുടെയും ഭാര്യയുടെയും കൃത്യനിഷ്ഠ. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ വീടിനോട് വളരെ അടുത്ത് ഈ പ്ലേ സ്കൂൾ ഉള്ളതുകൊണ്ട് മാസ്റ്റർക്കും ഭാര്യയ്ക്കും ഈ പ്ലേ സ്കൂളിലെ എല്ലാ കാര്യങ്ങളും അപ്പപ്പോ നിയന്ത്രിക്കാനും പോരായ്മകൾ പറഞ്ഞ ടീച്ചേഴ്സിനെ കൊണ്ട് ചെയ്യിക്കാനും സാധിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ മക്കളെ വിശ്വസിച്ച് ഈ പ്ലേ സ്കൂളിൽ നമുക്ക് ചേർക്കാൻ സാധിക്കും. ഈ മാസ്റ്റർ തുടങ്ങിയിരിക്കുന്ന ഈ പുതിയ സംരംഭം വിജയമാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ മാസ്റ്റർക്കും ഭാര്യയ്ക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ടും എൻ്റെ വാക്കുകൾ ഞാൻ സംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം. സർവ്വ ഐശ്വര്യവും നേടുവാൻ വേണ്ടി പ്രാർത്ഥന അനിവാര്യമാണല്ലോ. നിങ്ങൾക്ക് മുന്നിലേക്ക് JJ ബ്ലോസംസിന്റെ പ്രാർത്ഥന നൃത്തം. ധന്യ
നമ്മുടെ മുഖ്യാതിഥി പ്രശസ്ത സിനിമാ താരം മാളവിക എസ് നായരെ JJ ബ്ലോസം ഹൈടെക് പ്ലേ സ്കൂളിന്റെ ന്യൂ ബ്ലോക്കിലേക്ക് സ്വാഗതം. तव जय गाथा जनगण मंगलदायक जय हे भारत वासी विधाता जय हे जय